മക്കയിൽ വെച്ച് തന്നെ നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്. അതേ, നിസ്കാരം നിർബന്ധമാക്കപ്പെട്ട് ആ നിസ്കാരങ്ങളും കാര്യങ്ങളുമൊക്കെ സ്വഹാബത്തിന് വിവരിച്ചു കൊടുത്ത് അത് പഠിപ്പിച്ചു കൊടുത്ത് കുറഞ്ഞ കാലം മക്കയിൽ താമസിച്ചെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മദീനയിലാണ് കൂടുതൽ കാലം നിസ്കരിച്ചത്. ഈ നിസ്കാരം അള്ളാഹുവിൽ നിന്ന് കിട്ടിയ സമ്മാനമാണ്. സങ്കടങ്ങളൊക്കെ മാറി വലിയ സന്തോഷത്തോടെ വരുമ്പോ അള്ളാഹു നൽകിയ സമ്മാനം. അള്ളാഹുവിലേക്ക് അടുക്കാൻ ഒരു മുഅ്മിനായ മനുഷ്യന് ഇതുപോലെ പറ്റുന്നൊരു കർമ്മം വേറെയില്ല, വേറൊന്നുമില്ല. കാരണം ഒരാൾക്കും വേണ്ടി നിർവഹിക്കപ്പെടാൻ പാടില്ലാത്ത ഒരു ശ്രേഷ്ഠമായ കർമ്മം ഉൾക്കൊള്ളുന്നൊരു അമലാണ് നിസ്കാരം. ഞാൻ അതിന്റെ മഹത്വം പറഞ്ഞാൽ നീണ്ടുപോകും. പ്രധാനമായും വേറെ ചില വിഷയങ്ങൾ പറയാണ്ട് ഞാൻ ആമുഖമായിട്ട് ഇങ്ങനെ പറഞ്ഞ നിസ്കാരത്തിൽ നിങ്ങൾ കണ്ടില്ലേ, ഒരാൾക്കും നിർവഹിക്കപ്പെടാൻ പറ്റാത്തൊരു അമല് നിസ്കാരത്തിലുണ്ട്. ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ കാത്തു നിൽക്കാം, ഒരേ നൃത്തം നിൽക്കുകയാണ്. നിൽക്കണേ കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. ഒരാളെ കാത്തി ഇരിക്കുകയാണ്, ഇരിക്കുന്നതിന് കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. ഈ ഇരിക്കലും ഈ നിൽക്കലൊക്കെ വേറെ ആളെ നമ്മൾ ബഹുമാനിച്ചിട്ടല്ലേ നിൽക്കുന്നത്? അതെ, വേറെ ആള് വരുമ്പോ ബഹുമാനിച്ച് നിൽക്കല്ലേ? നിൽക്കും. കാത്തിരിക്കുകയാണ് ഒരു സ്ഥലത്ത്, നേരത്തെ തന്നെ വന്ന് കാത്തിരിക്കുക. അയാൾ എന്നെ കാത്തിരിക്കുന്നുണ്ടാവും, ഞാൻ പോവാണ്. ഈ കാത്തിരിപ്പ് തന്നെ ഒരു ബഹുമാനാണ്. ഒരാളെ കാത്തിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഇരുത്തവും നൃത്തവുമായി. ചിലപ്പോഴൊക്കെ ചില ആളുകൾക്ക് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ട് കുനിഞ്ഞ എന്നെ നിന്ന് കൊടുക്കേണ്ടി വരും. വേണ്ടി വരൂലേ? ഒരു രോഗിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണമെങ്കിൽ ചിലപ്പോൾ കുനിഞ്ഞു നിൽക്കേണ്ടി വരും. കുറച്ചു നേരം നിന്നാ പോലെ കുറെ നേരം നിന്ന് കൊടുക്കേണ്ടി വരും. പക്ഷേ ഏതൊരു മനുഷ്യനും ഏതൊരു സൃഷ്ടിക്കും നെറ്റി വെച്ചിട്ടുള്ളൊരു സുജൂദിന്റെ ആദരവ് ഒരാൾക്കും ചെയ്യാൻ പറ്റൂല. അത് പടച്ച റബ്ബിന് മാത്രമേ ചെയ്യാൻ പറ്റൂ. ആ ഒരു ശ്രേഷ്ഠമായ അമൽ ഉൾക്കൊള്ളുന്നൊരു വലിയ അമലാണ്, കർമ്മമാണ് നിസ്കാരം. ആർക്കും സുജൂദ് ചെയ്യാൻ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹത്വം മനസ്സിലാക്കിയിട്ട് തങ്ങളെ മുന്നിലെത്തിയ ഒരാൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, തങ്ങളുടെ കാലിന്റെ ഭാഗത്ത് ഞാനൊരു സുജൂദ് ചെയ്യട്ടെ എന്ന്. ബഹുമാനങ്ങളും മുഅ്ജിസത്തും കണ്ടപ്പോ ഒരു സുജൂദ് ചെയ്യാൻ പൂതി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സുജൂദ് അല്ലാഹുവിന് മാത്രമാണ്, വേറെ ആർക്കും സുജൂദ് ചെയ്യാൻ പറ്റൂല. അപ്പൊ ഉസ്താദേ, മലക്കുകൾ ആദം നബിക്ക് സുജൂദ് ചെയ്തു എന്നല്ലേ ഖുർആൻ പറയുന്നത്? ആ സുജൂദ് നെറ്റി വെച്ചുകൊണ്ടുള്ള സുജൂദ് അല്ല. ആ സുജൂദ് ബഹുമാനത്തോടെ ഒന്ന് വണക്കത്തോടെ ഒന്ന് കുനിഞ്ഞു കൊടുത്തുള്ള ആദരവാണ്, അഭിവാദ്യമാണ്. നെറ്റി വെച്ചുകൊണ്ടുള്ള സുജൂദ് അത് അള്ളാഹുവിന് മാത്രമാണ്. ഒരു മഖ്ലൂഖിനും അങ്ങനെ പറ്റൂല. രൂപത്തിൽ പോലും അങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റൂല. ഒരാളിങ്ങനെ കിടക്കുകയാണെങ്കിൽ പോലും വെറുതെ ഉള്ള ഒരു കടത്തം, നെറ്റി വെച്ചുള്ള കടത്തം സുജൂദിന്റെ രൂപത്തിൽ പറ്റില്ല. സുജൂദിന്റെ രൂപത്തിൽ അങ്ങനെ ഒരു സുജൂദിന്റെ ആകൃതിയിൽ കിടക്കണമെങ്കിൽ വുളൂ വേണ്ടേ സഹോദരങ്ങളെ? സുജൂദ് ചെയ്യാണ് ഒരാൾ, സുജൂദ് ധാരാളം ചെയ്യാണ്. കൈയെട്ടിയിട്ട് സുജൂദ് ചെയ്യണമെങ്കിൽ വുളൂ വേണ്ടേ? വുളൂ വേണം. ശുദ്ധി വേണ്ടേ? ശുദ്ധി വേണം. അത് അള്ളാഹുവിന് മാത്രമുള്ള ഒരു ഇബാദത്താണ്. ആ ഒരു ഇബാദത്ത് ഉൾക്കൊള്ളുന്ന നിസ്കാരം വലിയ മഹത്വമുള്ളതാണ്. നിസ്കാരത്തിന്റെ മഹത്വം കണ്ടില്ലേ? യഥാർത്ഥ നിസ്കാരം നിസ്കരിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. യഥാർത്ഥ നിസ്കാരമാണോ നിസ്കരിക്കുന്നത്, അവിടെയാ നമ്മളെ വിഷയവുമായി വലിയ ബന്ധമുള്ളത്. യഥാർത്ഥ നിസ്കാരം നിസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ തെറ്റുകുറ്റങ്ങളിലേക്ക് ശരീരം കൊണ്ടുപോകാൻ കഴിയില്ല. അനാചാരങ്ങൾക്കൊരിക്കലും ആ ശരീരത്തിനോ മനസ്സിനോ തൃപ്തിയാകൂല. ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. ഇന്നസ്സലാത്ത, യഥാർത്ഥ നിസ്കാരം. യഥാർത്ഥ നിസ്കാരം എന്താണ്? യഥാർത്ഥ നിസ്കാരം ഞാനത് പറയാം. തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. യഥാർത്ഥ നിസ്കാരം വിലക്കും. അനിൽ ഫഹ്ശാഇ, അനാവശ്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തും. നിസ്കരിച്ചാൽ തന്നെ ആ ശരീരത്തിന് അനാവശ്യം ചെയ്യാൻ കഴിയൂല. വൽ മുൻകരി, ദീനി വിരോധിച്ച എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തും. അത് നിസ്കാരത്തിന്റെ വലിയൊരു ബഹുമാനമാണ്. സ്വഹാബത്ത് വന്നിട്ട് ഒരാളെ പറ്റി പരാതി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അവിടെ കുറച്ച് ദൂരമുള്ള മദീനത്ത് കുറച്ച് അകലത്തുള്ള ഒരു സ്വഹാബിയുണ്ട്. ആ സ്വഹാബിനെ പറ്റി ജനങ്ങൾക്കിടയിൽ ഒരു സംസാരമുണ്ട്. ഇടക്കിടക്ക് മോഷണം നടത്തുന്നു എന്നൊരു പേര്
അങ്ങനെ ആരും കണ്ടൊരു തെളിവൊന്നുമില്ല. അങ്ങനെ ആളുകൾ ഇങ്ങനെ പറയുന്നൊരു വിഷയമുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അലൈസ ഹുവ യുസല്ലി, നിസ്കരിക്കുന്ന ആളല്ലയോ എന്ന് ചോദിച്ചു. നിസ്കരിക്കുന്ന ആളാണെന്ന് പറഞ്ഞു. അപ്പൊ തങ്ങൾ പറഞ്ഞു, പേടിക്കണ്ട, ഇന്ന സ്വലാത്തഹു സതൻഹാഹു, അദ്ദേഹത്തിന്റെ നിസ്കാരം ഈ നീചകൃത്യത്തിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തും, നന്നാക്കും അദ്ദേഹത്തെ നിസ്കാരം. കുറച്ചുകൂടി കഴിഞ്ഞപ്പോ സ്വഹാബത്ത് അന്വേഷിച്ചു നേരത്തെ അഭിപ്രായം കിട്ടിയ ആളെ പറ്റിയിട്ട്. അപ്പൊ ആളുകൾ പറഞ്ഞു, ഇപ്പൊ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, ആള് നല്ല തഖ്വയിലും ഇഖ്ലാസിലും നടക്കുന്ന ആളാണ്, ഇപ്പൊ അങ്ങനത്തെ ഒരു ദുസ്വഭാവം കേൾക്കാറന്നല്ല. അപ്പൊ അവര് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ഭാഗത്തുള്ള ആളുകൾ പറഞ്ഞു, ഇപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല, ഒരു ദുസ്വഭാവവും ഇല്ല. മുമ്പ് മോഷണത്തിന്റെ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനൊന്നുമില്ല. അപ്പൊ തങ്ങള് പറഞ്ഞു, അലം അഖുല്ലക്കും ഇന്ന സ്വലാത്തഹു സതൻഹാഹു, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ അദ്ദേഹത്തിന്റെ നിസ്കാരം ഈ കുറ്റകൃത്യത്തിൽ നിന്ന് അദ്ദേഹത്തെ തടഞ്ഞു നിർത്തും. കുറ്റം ചെയ്യാൻ സാധിക്കാത്ത രീതിയിലുള്ള നിസ്കാരം, അത് സാധാ നിസ്കാരമായാൽ പോരാ. അതിനാണ് ഇന്ന സ്വലാത്ത എന്നുള്ള ഇനി യഥാർത്ഥ നിസ്കാരം എന്ന അർത്ഥം വെച്ചത്. യഥാർത്ഥ നിസ്കാരമാകണമെങ്കിൽ ആ നിസ്കാരത്തിൽ 2-3 കാര്യങ്ങൾ ചേർന്നിരിക്കണം. ഒന്ന്, ആ നിസ്കാരത്തിൽ പ്രധാനമായും ഇഖ്ലാസ് വേണം. അള്ളാഹു നമ്മുടെ നിസ്കാരത്തിലൊക്കെ ഇഖ്ലാസ് ഏറ്റിത്തരട്ടെ. സഹോദരങ്ങളെ, മറ്റൊന്നിലേക്കും തിരിയാത്ത രീതിയിലുള്ള നിസ്കാരം എന്ത് ഭംഗിയുള്ള നിസ്കാരമാണ്! സുബ്ഹാനല്ലാഹ്, വേറൊന്നിലേക്കും ശ്രദ്ധ പോകാത്ത രീതിയിലുള്ള നിസ്കാരം ചെറിയ നിസ്കാരമാണോ? നല്ല നിയ്യത്ത് നന്നാക്കി നിസ്കരിക്കണം. നിസ്കാരത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റിക്കളയുന്ന വിഷയങ്ങളൊക്കെ നമ്മൾ വർജിക്കണം. നിസ്കാരത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റിക്കളയുന്ന എല്ലാ കാര്യങ്ങളും വർജിക്കണം. അതുകൊണ്ടാണ് പുള്ളിത്തുണിയും കള്ളിത്തുണിയും ഒക്കെ എടുത്ത് നിസ്കരിക്കൽ കറാഹത്താണ്. കാരണം ആ തുണിയിലേക്കുള്ള ശ്രദ്ധ, സ്വന്തമായിട്ടുള്ളോ മറ്റൊരാൾക്കോ ഉള്ള ശ്രദ്ധ നിസ്കാരത്തിന്റെ ഭക്തിക്ക്, നിസ്കാരത്തിന്റെ ഇഖ്ലാസിന് കുറവ് വരുത്തും. നിസ്കാരത്തിന്റെ ഒരു നിയ്യത്ത് മാത്രം, വേറെ ഒന്നിലേക്ക് നിയ്യത്ത് പോയിക്കൂടാ. നമ്മളോട് പറയുന്നു, എല്ലാ സ്ഥലങ്ങളിലും കൽപ്പിക്കുന്നു, നമ്മുടെ കയ്യിലുള്ള ഉപകരണങ്ങളൊക്കെ ഓഫാക്കി വെക്കണം നിസ്കരിക്കുന്ന സമയത്ത്. പഴയ കാലത്തൊക്കെ ലാൻഡ് ഫോൺ മാത്രം ഉപയോഗിച്ചിരുന്ന കാലത്ത് അതിന്റെ ആ ലാൻഡ് ഫോണിന്റെ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം നിസ്കരിക്കുന്ന സമയത്ത് വീട്ടുകാരി എടുത്തുകൊണ്ട് അത് മേശപ്പുറത്ത് വെക്കും. എന്തിന്? നിസ്കരിക്കുന്ന സമയത്ത് ബെല്ലടിക്കണ്ടെന്ന് കരുതിയിട്ട്. ഇപ്പൊ സഹോദരങ്ങളെ, ഇഖ്ലാസ് എന്ന് പറയുന്ന സംഗതി പേരിൽ പോലും ഇല്ലാത്തത് കൊണ്ട് നിസ്കരിക്കുന്ന ആള് തന്നെ പടച്ചോന് പോലും അറിയാത്ത രൂപത്തില് നിസ്കാരത്തിൽ നല്ല കളവ് നടത്തുകയാണ്. ഏറ്റവും വലിയ കള്ളൻ നിസ്കാരത്തിലെ കള്ളനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും വലിയ തസ്കരൻ, ഏറ്റവും വലിയ മോഷ്ടാവ് നിസ്കാരത്തിലെ മോഷ്ടാവാണ്. നിസ്കാരത്തിൽ ശ്രദ്ധയില്ലാത്ത, നിസ്കാരത്തിന്റെ ഫർളുകളും സുന്നത്തുകളും പൂർത്തിയാക്കി നിർവഹിക്കാത്തവനാണ് ഏറ്റവും വലിയ കള്ളൻ. ഏറ്റവും 1-ാം നമ്പർ കളവയാണ് നടത്തുന്നത്. യസ്രിഖു ഫീ സ്വലാത്തിഹി, നിസ്കാരത്തിൽ മോഷണം നടത്തും. അത് വേണ്ട, ഇത് വേണ്ട, കുറച്ച് കട്ട് ഒഴിവാക്കി. കക്ക എന്ന് പറഞ്ഞാൽ എല്ലാം ലാഭം കിട്ടാന്നുള്ളത്. ലാഭം കിട്ടാനല്ലേ ഇയാൾ ഇങ്ങനെ ഓടിച്ചാടി പാഞ്ഞ് എന്തൊക്കെയോ ചെയ്യുന്നത്. അപ്പൊ അത് കെട്ട്, ഇതും കെട്ട്, മറ്റതും കെട്ട്, ഫർളും കെട്ട്, സുന്നത്തും കെട്ട്, ഒക്കെ കെട്ട് ഒഴിവാക്കി. നിസ്കാരം പാതി വഴിയിൽ. നിസ്കരിക്കുമ്പോ ഓഫാക്കി വെക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആൾക്കാര് ഒരൊറ്റ ആളും ആ ഒരു നിർദ്ദേശം കേൾക്കൂല. ഇവിടെ പള്ളിന്റെ ഉള്ളിലും എഴുത്ത് ഉണ്ടാവും, ഇല്ലാതിരിക്കൂല അല്ലേ? ഉണ്ടാവും, എല്ലാ പള്ളിയിലുണ്ട് എഴുത്ത്. നമ്മൾ ശ്രദ്ധിച്ചോട്ടെ എന്ന് എഴുതിയിട്ട്. പക്ഷെ നമ്മൾ സൈലന്റ് ആക്കി വെക്കും. നമ്മളൊരു കാര്യം നോക്ക്, നിങ്ങൾ നിസ്കാരത്തിനോടുള്ള ഒരു കൂറില്ലായ്മ നോക്ക്. എന്നിട്ട് ആ ഒന്നെങ്കിൽ വൈബ്രേഷൻ അല്ലെങ്കിൽ ആ വെളിച്ചം കാണുമ്പോ മനസ്സ് ഫുള്ള് പോയി. ആരായിരിക്കും വിളിക്കുന്നത്? രാവിലെ വിളിച്ചിട്ട് ഒരാളുടെ പടച്ചോനെ അയാളേറ്റാവോ? ഇപ്പൊ ഈ നിസ്കാരങ്ങാനും മുറിക്കണോ? അല്ലെങ്കിൽ ഇനിയാള് വിളിക്കാതിരുന്നാലോ? എന്തെല്ലാം ചിന്തയും. ഏകദേശം പോയി, നിസ്കാരം പൗതി മുക്കാലൊക്കെ പോയി, ഒക്കെ അങ്ങോട്ട് പോയില്ലേ സഹോദരങ്ങളെ? ഞാൻ വെറുതെ പറയണം, ഒരു 5 മിനിറ്റ് അത് ഓഫാക്കി വെക്കുന്നതിന് എന്താ കുഴപ്പമുള്ളത്? ഉസ്താദ് ആരെങ്കിലും മരിച്ചാലോ? മരിച്ചാൽ നമ്മളെ ഫോൺ ഓണാക്കി വെച്ചോട് മരിച്ചാൾ ഹയാത്താവോ?
മരിച്ചാൽ ഏതായാലും മരിച്ചില്ലേ, വിവരം അറിയാനല്ലേ, ഏത് വിവരം അറിയണമെങ്കിലും നിസ്കാരം കഴിഞ്ഞിട്ടല്ലേ അറിയേണ്ടിയുള്ളൂ. നിസ്കാരത്തിന്റെ ഇടയിൽ വേറെ ആൾ മരിച്ചാറിട്ട് വെറുതെ കിട്ടാൻ പോകുന്നുണ്ടോ? ഒന്നും കിട്ടാൻ പോകുന്നില്ല. മനസ്സ് തിരിയാന്ന് മാത്രല്ല, നിങ്ങൾ നോക്കി ഇപ്പത്തെ വർത്തമാന കാലത്തുള്ളത്, ഈ വർത്തമാന കാലത്തൊക്കെ ടച്ചിങ് അല്ലേ. ടച്ചിങ് ആയതുകൊണ്ട് പല ആൾക്കാരും ധരിച്ചിട്ട് എന്താണെന്നറിയോ, അത് കയ്യിന്റെ ഒരു വിരലിങ്ങനെ മൂന്നനക്കാൻ ഇങ്ങനെ നിസ്കാരം പാത്തിലാവുള്ളൂ. അതെ, ഒരു വിരലിങ്ങനെ ഒരു ഇറങ്ങുമ്പോത്തിന് മൂന്നാവില്ലല്ലോ. അപ്പൊ ഒന്നിങ്ങനെ നീക്കിയതിന് കുഴപ്പമില്ല. എന്നാലും ഫോൺ എടുത്തില്ല എന്നുള്ളൊരു കംപ്ലൈന്റ് വരാൻ പാടില്ല. പടച്ചവനോടാണ് ഇപ്പുറത്ത് സംസാരിക്കുന്നത്. പക്ഷെ നേരെ ഇപ്പുറത്ത് മുപ്പൊരു പടച്ചവനോടുള്ള സംസാരമൊക്കെ ശ്രദ്ധൊക്കെ മാറ്റി ഒറ്റ വിരലോണ്ടൊരു നീക്കൽ. ചിലർക്ക് ടച്ച് ചെയ്താൽ മതി, നീക്കൊന്നും വേണ്ട, ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അപ്പൊ ഒരു അനക്കല്ലേ ആവുള്ളൂ. സഹോദരാ, ശ്രദ്ധ മുഴുവനും മാറിപ്പോയി. നിന്റെ ശ്രദ്ധ മുഴുവനും നിസ്കാരത്തിൽ മാത്രമാണ് വേണ്ടത്. നിസ്കാരത്തിൽ നിന്ന് ശ്രദ്ധ മാറിയാൽ പിന്നെ നിസ്കാരം ആർക്കുള്ളതാണ്? യഥാർത്ഥ നിസ്കാരം അതിനെ പറ്റി പറയാൻ പറ്റുമോ? ഇഖ്ലാസ് പോയില്ലേ, മറ്റൊന്നിലേക്ക് ഖൽബ് പോയതോടുകൂടെ. സഹോദരങ്ങളെ, അങ്ങനെയല്ലേ മഹാന്മാര് പഠിപ്പിച്ചത്? ഒരാള് സുജൂദിലേക്ക് പോകുമ്പോ നല്ല കടിക്കുന്ന ഒരു ഉറുമ്പ് ഇങ്ങനെ വരുന്നത് കണ്ടു. ഉറുമ്പ് മുന്നിലൂടെ ഇങ്ങനെ വരികയാണ്, ഇയാള് സുജൂദിലേക്ക് പോകാണ്. നെറ്റി വെച്ചാൽ കുറച്ച് നേരം കഴിഞ്ഞാൽ ഈ ഉറുമ്പ് ഒന്ന് കടിക്കുമോ എന്ന് കരുതിയിട്ട് നെറ്റി അങ്ങ് ഉയർത്തിപ്പോയി. ഈ ഉറുമ്പിന്റെ കടി പേടിച്ചിട്ടാ നെറ്റി ഉയർത്തിയതെങ്കിൽ ആ സുജൂദ് ശരിയായിട്ടില്ല. അതുകൊണ്ട് വീണ്ടും അയാൾ സുജൂദ് ചെയ്യേണ്ടിയിരിക്കുന്നു. സുജൂദിലേക്ക് പോകുന്ന സമയത്ത് അയാൾക്ക് പേടി തോന്നിപ്പോയി. ഒരു ഉറുമ്പ് അതിലൂടെ പോകുന്നു, ആ ഉറുമ്പ് തിരിച്ചിങ്ങ് വന്നേക്കുമോ, അത് കടിക്കുമോ? അല്ലെങ്കിൽ വേറൊരു വിഷജന്തു പോകുന്നു, ഒരു ചെറിയ പ്രാണി പോകുന്നു, അത് കടിച്ചാൽ വിഷമുണ്ടാകും. അത് തിരിച്ചു വരുന്ന ഒരു ശബ്ദം കേട്ടപ്പോഴേക്ക് ഇയാൾ തല ഉയർത്തിപ്പോയി. ഈ തല ഉയർത്തുന്നത് ആ ജീവിയെ പേടിച്ചിട്ടല്ലേ? നിസ്കാരം ശരിയാകൂല. തല ഉയർത്തുന്നത് അത് ഇരുത്തത്തിന് വേണ്ടിയോ നൃത്തത്തിന് വേണ്ടിയോ മാത്രമാകണം. ഉറുമ്പിന്റെയോ മറ്റോ കടി പേടിച്ചുകൊണ്ട് ഉയർത്തിയാൽ ലക്ഷ്യം ഒന്ന് മാറിപ്പോയി. അപ്പൊ സംഗതി പോയില്ലേ, നിസ്കാരം തന്നെ പോയി. ഒരു ചെറിയ ഒരു നിയ്യത്തിൽ ഒരു ചെറിയ മാറ്റം വന്നാ മതി. നിസ്കാരം ബാത്തിലാകുന്ന മുബ്തിലാത്ത് വിശദീകരിക്കുമ്പോ നിസ്കാരം മുറിക്കണം എന്ന് ഒരാളിങ്ങനെ നിയ്യത്ത് ചെയ്തു, നിസ്കാരം മുറിക്കാണ് നിർത്താണ് എന്ന് കരുതിപ്പോയി. എന്നാ നിസ്കാരം കഴിഞ്ഞു. മുറിക്കണോ വേണ്ടേ എന്നൊരു സംശയം വന്നു, എന്നാലും നിസ്കാരം എന്താകും? ബാത്തിലാകും. ആ സംശയം വരുന്നൊരു ഘട്ടമാണ് ഈ ഫോണ് വരുന്ന ഘട്ടം. അതുകൊണ്ടാണ് കൽബിന് അങ്ങനെ ഒരു സംശയം വരണ്ടെന്ന് എന്നിട്ട് ഓഫാക്കാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ അതിലും വലിയ ഐഡിയയിലാണ് നമ്മളുള്ളത്. നമ്മൾ കണ്ടെത്തിയ ആ സൂത്രം അങ്ങനെയാണ്. എങ്ങനെ? മൂന്നനക്കാനെങ്കിലല്ലേ, അതും തുടരനക്കെങ്കിലല്ലേ പ്രശ്നമുള്ളൂ. ഒരു വിരലുകൊണ്ട് ഒരൊറ്റ ടച്ചിങ് അല്ലേ ഉള്ളൂ. ഇപ്പൊ ഒരനക്കല്ലേ ആകുന്നുള്ളൂ. അനക്കത്തിന്റെ വിഷയമല്ല അവിടെ. നിന്റെ കൽബ് മുഴുവനും മാറുന്നുണ്ട്. നിന്റെ മനസ്ഥിതി, മനസ്സിലെ ചിന്ത മൊത്തം മാറിപ്പോയി. ആ മാറലോടുകൂടെ ഈ നിസ്കാരത്തിന് വലിയ പരിക്ക് പറ്റിപ്പോയി. നിസ്കാരം നിർവഹിക്കുന്നത് കൃത്യമായി അതിന്റെ ഫർളും ഷർത്തും സുന്നത്തും പൂർത്തിയാക്കി നിർവഹിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അങ്ങനെയാണ് നിസ്കാരം നിസ്കരിക്കേണ്ടത്. അതുകൊണ്ടാണ് ഖുർആൻ നിസ്കരിക്കുന്നതിനെ പറ്റി പറഞ്ഞിടത്തൊക്കെ അതൊക്കെയാണ് രസമുള്ള നിസ്കാരം എന്ന് പറഞ്ഞത്. ഇഖ്ലാസ് ആ നിസ്കാരത്തിൽ വേണം. യഥാർത്ഥ നിസ്കാരത്തിൽ ഭക്തി വേണം. ഖശിയത്തുല്ലാഹി അസ്സ വജൽ, പടച്ച റബ്ബിനെ പേടി വേണം നിസ്കാരത്തിൽ. ആ നിസ്കാരത്തിൽ റുക്കൂഉം സുജൂദും ഒക്കെ പൂർത്തിയാകുന്ന റുക്നുകളൊക്കെ കംപ്ലീറ്റ് ആയി ചെയ്യുന്ന നിസ്കാരാകണം.